ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കണ്ണൂർ സിറ്റിക്കാരുടെ മാത്രം സ്പെഷ്യലായിട്ടുള്ള മുട്ടാപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് കണ്ണൂർ ഭാഗത്തെല്ലാം ഫേമസ് ആയിട്ടുള്ള ചായക്കടിയാണ്. ഇത് മുട്ട ചേർത്തിട്ടും ചേർക്കാണ്ടും എല്ലാം പല ടൈപ്പിലും ഉണ്ടാക്കലുണ്ട്. നമ്മളിന്ന് മുട്ട ചേർത്തിട്ടുള്ള മുട്ടാപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുട്ടാപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ്. 1 കപ്പ് പച്ചരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 4 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് നല്ലോണം കുതിർന്ന് കഴിയുമ്പോൾ അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടാപ്പത്തിന് ഒരു ലൈറ്റായിട്ടുള്ള ഒരു മധുരം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അരക്കുമ്പോൾ ഇതുപോലെ തരിയൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ മൈദ പച്ചരിയെല്ലാം അരക്കുന്ന സമയത്ത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കട്ടയൊന്നും ഇല്ലാണ്ട് ഈ ഒരു കട്ടിയിൽ നമ്മൾ കലക്കിയെടുക്കണം. മാവ് ലൂസായി പോകരുത് കേട്ടോ. മാവ് ലൂസായാൽ നമുക്ക് മുട്ടാപ്പം ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു കട്ടിയിൽ നമുക്ക് മാവ് റെഡിയാക്കിയിട്ടെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്ക് അപ്പം തന്നെ മുട്ടാപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. മുട്ടാപ്പക്കാരിയിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഓരോ കുഴിയിലും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴിയിലും മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-15 സെക്കൻഡ് മാത്രം വെച്ചിട്ട് അപ്പോൾ തന്നെ ഇത് മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മോൾ ഭാഗത്ത് ഫുള്ളായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കണ്ട. അതിന് മുമ്പ് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. കാരണം ഇത് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിലല്ല ഉണ്ടാവുക. മുട്ടാപ്പം എന്ന് പറയുമ്പോൾ ഫുള്ള് ബോൾ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ 2 സൈഡും നല്ല ബോൾ പോലെ ആയിട്ട് വരണമെങ്കിൽ നമ്മളിത് ഫുള്ള് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ 2 സൈഡിലും ഈ ഒരു കളറിലാണ് നമ്മൾ മുട്ടാപ്പം ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഒരു സെറ്റ് ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. കണ്ണൂർ സിറ്റി ഭാഗത്തെല്ലാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുള്ള ചായക്കടിയാണ് മുട്ടാപ്പം. അപ്പോൾ രാവിലെ ഒരു 5 മണി 6 മണി ആ ഒരു ടൈമിലാണ് ചായയും മുട്ടാപ്പയും കഴിക്കൽ. മിക്കവാറും എല്ലാ വീട്ടിലും ഇത് ഉണ്ടാക്കലുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് മേടിക്കും. ആ ഒരു സിറ്റി ഭാഗത്ത് മിക്കവാറും എല്ലാ ഹോട്ടലിലും ഈ മുട്ടാപ്പം ഉണ്ടാവും. പക്ഷേ അതിനൊരു ടൈമുണ്ട്. ഒരു 6 മണി 7 മണി ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചായക്കടി കിട്ടൂ. രാവിലെ തന്നെ മുട്ടാപ്പവും ചായ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഫീലാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.